ഇവർക്ക് ഇപ്പോൾ നിലവിൽ കണ്ടകശനിയാണ്. ഇനി അഷ്ടമശനിയാണ് വരുന്നത്. കണ്ടകൻ തെണ്ടങ്ങൾ പലതും ചെയ്യും നിറവിയ നാസന്താനി കൊണ്ടതോർ മനവി മക്കളെ വിട്ട് പരദേശം ചെലവാനടി. അത് ഒരു ആണിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇവർക്ക് വന്ന് ഇപ്പം നിലവിൽ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ഒരു വീട് മാറാനുള്ള അവസരം. ചിലപ്പോൾ ഒരു വീട് വെച്ച് പാല് കാച്ച. മുത്തുകുമാർ സർ, വെൽക്കം ടു ABC മലയാളം ജ്യോതിഷം. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ശനിമാറ്റം സംസാരിച്ചായിരുന്നു. 3 രാശിക്കാർ പറഞ്ഞായിരുന്നു. അപ്പൊ ബാക്കി 9 രാശിക്കാരെ കുറിച്ച് കൂടെ ഒന്ന് പറയൂ. പറയാമല്ലോ. ഇപ്പം നമുക്ക് 2025 മാർച്ച് 29 അപ്പോൾ അതിന് മുന്നേ ഒരു 3 മാസത്തിന് മുന്നേ അതിൻ്റെ ഒരു അനുഭവം 3 രാശിക്കാരുടെ ശുഭകാര്യങ്ങളൊക്കെ അതിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പം ജാനുവരി മുതൽ നല്ലൊരു ഇതാണ്. 2020 ജാനുവരി മുതൽ നല്ലൊരു മാറ്റം കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള 9 രാശി. അപ്പം മേടം മേടമല്ലേ തുടക്കം. അപ്പം മേടരാശിക്കാർക്ക് പറഞ്ഞിട്ടില്ല. നമ്മൾ 3 രാശിയാണ് പറഞ്ഞത്. ഇടവം, തുല, മകരം, ഈ 3 കൂറാണ് നമ്മൾ പറഞ്ഞത്. അത് അവർക്ക് നല്ലൊരു ഫലമാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ മേടത്തിന് 7 ശനി തുടങ്ങിയാണ്. ഇപ്പം നിലവിൽ 11 സ്ഥിതി. മാർച്ച് 29 12 വരുന്നത്. അപ്പം ജലരാശി. അപ്പം അശ്വതി, ഭരണി, കാർത്തികകാലി ഇവർക്ക് ജലരാശിയിൽ വരുന്നത് അത്ര ദോഷകരകനല്ല. പ്രത്യേകിച്ച് മീനം എന്ന് പറയുന്ന രാശി ശനിക്ക് മിത്രനുമല്ല ശത്രുവല്ല, സമനാണ്. സമൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഉപകാരമില്ല, ഉപദ്രവമില്ല. അപ്പോൾ എങ്ങനെ ഇത് നമുക്ക് ചിന്തിക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ 12-ാം ഭാവം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 12-ാം ഭാവം ജലരാശിയായി കഴിഞ്ഞാൽ പുറത്ത് ജോലിക്ക് പോവാം. അപ്പം മിക്ക ജാതകങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ജാതകത്തിൽ ഇങ്ങനെ ഒരു 12-ാം ഭാവം ജലരാശി ആവുകയോ അല്ലെങ്കിൽ ഗോചരാൽ 12 ശനിയോ ജലരാശിയായി വരികയോ ശുക്രൻ വരികയോ, ഇപ്പോൾ ഈ 2.5 വർഷമാണ് ശനിയുടെ സഞ്ചാരം. അപ്പം പുറത്തു പോയി ജോലി ചെയ്യാനുള്ള സാധ്യത അത് കൂടുതൽ വരുന്നത് നേഴ്സിംഗ് മേഖലയായിരിക്കും കൂടുതലും. ഈ അശ്വതി, ഭരണി, കാർത്തികകാലി ഇവർക്ക്. പിന്നെ പഠന വിഷയമാണെങ്കിലും കുട്ടികൾ പഠിച്ചുകൊണ്ട് തന്നെ പുറത്തു പോയി പഠനവും തുടരും, പാർട്ട് ടൈം ജോലിയും ചെയ്യും. അങ്ങനെ ഒരു അവസരം. അപ്പം ഈ 7-2 ശനി എന്ന് പറഞ്ഞ് പേടിക്കേണ്ട. 12 സഞ്ചാരം. അത് മേടക്കൂറുകാർക്ക്. 12 എന്ന് പറയുന്നത് പാദശനി എന്ന് പറയും. രാശിയിൽ വരുന്ന ജന്മശനി, 2 വരുന്ന വാക്യശനി, 12 പാദശനി. ഇതിപ്പോൾ അങ്ങോട്ട് മാറുമ്പോൾ ദൂരെ പോയി പഠനം, പാർട്ട് ടൈം ജോലി കുട്ടികളിൽ. ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ പോകാൻ നിൽക്കുന്നവർക്കാണെങ്കിലും മറ്റുള്ള മേഖല അവർക്കൊക്കെ ഈ പുറത്തുള്ള ജോലി ശരി. നിലവിൽ തൊഴിൽ മാറ്റം സംഭവിക്കും. അത് എങ്ങനെ പറയാം? ഇപ്പം ഒരു വ്യക്തിയുടെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് തുടങ്ങാം. അങ്ങനെ വരും. 8, 9-ാം ഭാവാധിപൻ 10-ൽ വരുന്നത് ഗോചരാൽ. മിഥുനക്കൂറുകാർക്ക് അച്ഛൻ ചെയ്ത ഒരു ബിസിനസ്, ആ പാത പിന്തുടരാനുള്ള ഒരു അവസരം. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്ത് ചിലപ്പോൾ മാറി നിൽക്കാം, കഷ്ടതയിൽ ഇപ്പോൾ നിൽക്കാം. അവർക്ക് ഇതൊരു നല്ലൊരു അവസരമാണ് 10-ൽ വരുന്ന ശനി. സമനായതുകൊണ്ട് അത് നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇത് തന്നെ നമുക്ക് പറയാം. മെഡിക്കൽ പഠനം അത് വിജയത്തിൽ വരാനുള്ള അവസരം. ഇപ്പം നീറ്റ് പോലെയൊക്കെ എഴുതാനുള്ള അവസരം, അതിൽ വിജയം കൈവരിക്കാൻ. അപ്പോൾ 10 കണ്ടകനാണെങ്കിലും മിഥുന രാശിക്ക് ദോഷം പറയാൻ പാടില്ല. എല്ലാ രാശിക്കും പോലെ അല്ല. മിഥുന രാശിക്ക് 8, 9-ാം ഭാവാധിപനായ ശനി 10-ൽ വരുന്നത് അത്ര ദോഷമല്ല കാണുന്നത്. ഇനി അടുത്ത് കർക്കിടകക്കൂറിൽ പുണർതംകാല്, പൂയം, ആയില്യം. ഇവർക്ക് അഷ്ടമശനി മാറുകയാണ്. 8-ൽ കുറേ പെടായിരുന്നു. അത് ധനപരമായിട്ടൊക്കെ ഏതെങ്കിലും വാഗ്ദാനങ്ങളിൽ പെട്ടിട്ട് അതിൻ്റെ പണം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒരു ഊഹ കച്ചവടത്തിൽ പണം നഷ്ടപ്പെടുക. 8-ാം ഭാവം വന്നു കഴിഞ്ഞാൽ 2-ാം ഭാവം ദൃഷ്ടി. അപ്പം കുടുംബ കലഹം, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് പുണർതംകാല്, പൂയം, ആയില്യം. മാനസികമായിട്ടൊക്കെ ഭയങ്കര പ്രശ്നം. ശനിയുടെ ദൃഷ്ടിക്കാണ് ബലം കൂടുതൽ. ശനി ഒരു ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ഭാവം നശിപ്പിക്കുന്നതാണ് കണക്ക്. കുടുംബം വിട്ട് മാറി നിൽക്കുക. ഇവർക്ക് ഇനിയിപ്പം അഷ്ടമശനി മാറുകയാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ മാർച്ച് 29 മാറുകയാണെങ്കിലും ജാനുവരി മുതൽ എൻ്റെ മാറ്റങ്ങൾ കണ്ടുതുടങ്ങും. ഇപ്പോൾ 9-ാം ഭാവത്താണ് പറഞ്ഞത്. ഇവർക്കും വെളിരാജ്യങ്ങൾ സന്ദർശിക്കാനോ അല്ലെങ്കിൽ പുറത്ത് ജോലി, ഒരു ഓഫർ വന്ന് പുറത്ത് ജോലിക്ക് പോകാനോ UK പോലെയൊക്കെ പോകാനുള്ള അവസരം. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവർക്ക് പഠന വിഷയമായിട്ട് പുറത്തു പോകാനുള്ള ഒരു അവസരം കാണുന്നു. പിന്നെ വിവാഹാദി കാര്യങ്ങളിൽ
ചില കുട്ടികൾക്ക് വിവാഹ തടസ്സം. 8-ൽ ശനി നിന്ന് കഴിഞ്ഞാൽ വിവാഹ തടസ്സമാണ്. അപ്പോൾ ശുഭൻ്റെ വീടായ വ്യാഴൻ്റെ വീട്ടിൽ വരുന്നത് 9ാം ഭാവം വരുന്നത് അത് നമുക്ക് അനുകൂലമാണ്. പിന്നെ വ്യാഴമാറ്റം കൂടെ മേയിൽ സംഭവിക്കുകയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ആ കാലയളവ് വിവാഹാദി കാര്യം നടക്കാനോ പഠനത്തിലൊക്കെ മികവ് തെളിയിക്കാനുള്ള അവസരം കാണുന്നുണ്ട്. അതും ടീച്ചിങ്ങിൽ നിൽക്കുന്നവർക്ക് പ്രൊമോഷൻ ചെയ്യാതെ കിട്ടാനുള്ള അവസരം കർക്കിടകക്കൂറുകാർക്ക്. ഇനി അടുത്ത് ചിങ്ങക്കൂറ്. ചിങ്ങത്തിൽ മകം, പൂരം, ഉത്തരംകാല്. ഇവർക്ക് ഇപ്പോൾ നിലവിൽ കണ്ടകശനിയാണ്. ഇനി അഷ്ടമശനിയാണ് വരുന്നത്. കണ്ടകൻ തെണ്ടങ്ങൾ പലതും ചെയ്യും, തിരവിയ നാസന്താനെ കൊണ്ടതോർ മനവി മക്കളെ വിട്ട് പരദേശം സെൽവാനടി. അത് ഒരു ആണിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. പുരുഷന്മാരെ ഉദ്ദേശിച്ചാണ് ഈ ഏഴിലെ കണ്ടതിനെ കുറിച്ച് പറയുന്നത്. സ്ത്രീകൾക്ക് വന്നാലും അത് എങ്ങനെ പറയാം, പഠനത്തിലേക്ക് ഒരു മന്ദത, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഒരു ഫീൽഡിൽ നിൽക്കുന്ന ജോലിയിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അവിടെ ഒരു ഇഷ്ടമില്ലായ്മ, അല്ലെങ്കിൽ ജോലി ഭാരം കൂടുക, ശമ്പളം കുറവായിട്ട് കിട്ടുക, ആ ഒരു അനുഭവം. അതിപ്പോൾ 8-ൽ വരുമ്പോഴും അത് തുടരും. സമനാണെങ്കിലും ഇവിടെ വീണ്ടും 2ാം ഭാവം ദൃഷ്ടി വരികയാണ്. ശനിയുടെ ദൃഷ്ടി ചിങ്ങക്കൂറുകാർക്ക്, അത് മകം, പൂരം, ഉത്തരംകാലിന് 2ാം ഭാവം ദൃഷ്ടി വരികയാൽ പഠന വിഷയത്തിലൊക്കെ കുട്ടികൾ പിന്നോക്കം നിൽക്കും. അപ്പം ടീച്ചിങ് കൊടുക്കുമ്പോൾ അത് ഇപ്പോൾ മാത്സിലൊക്കെ വളരെ മോശമായിരിക്കും ചില കുട്ടികൾ. ഇത് വീണ്ടും മോശമാവാനുള്ള അവസരം. പിന്നെ ഉറക്കമില്ലായ്മ, ഉറക്ക കൂടുതൽ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ. ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്കും ജോലി ഭാരം കൂടും. അല്ലെങ്കിൽ എന്തെങ്കിലും കൈപ്പിഴ പറ്റാനോ അതുപോലെ പെനാൽറ്റി എന്തെങ്കിലും വരാനോ, അതിപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും. ഇപ്പം ചിലർ കണക്കൊക്കെ, ഒരു ബിസിനസ് മാനാണെങ്കിൽ കണക്കൊക്കെ സെറ്റിൽ ചെയ്യാതെ വെച്ചിരിക്കും. അത് പെട്ടെന്ന് സെൽ ടാക്സിൽ നിന്ന് ഒരു ഫൈൻ അടിക്കാനുള്ള ഒരു അവസരം. 8-ലെ ശനി ഇതെല്ലാം ചെയ്യും. പിന്നെ കണ്ണിന് എന്തെങ്കിലും അസ്വസ്ഥത വരാനോ, അത് പ്രായമായവരിൽ വീഴ്ച പറ്റാനുള്ള അവസരം. വളരെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് കന്നിക്കൂറുകാർക്ക്. കന്നിക്കൂറുകാർക്ക് 7-ലാണ് സ്ഥിതി. എന്നാൽ കണ്ടതിനെ പേടിക്കണ്ട. പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ടത്, ഈ ശനിമാറ്റം 2025 മാർച്ച് 29-നാണ്. വീട്ടിലേതെങ്കിലും പഴയ സാധനങ്ങൾ, ചിലവർ ഈ ആക്രി സാധനം എന്നൊക്കെ പറയില്ലേ, പഴയ സാധനങ്ങൾ, തടി സാധനങ്ങൾ, അത് ഇതൊക്കെ വീട്ടിൽ അടച്ചു കൂട്ടി വെച്ചേക്കും. 7 വരുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഡിസ്പോസ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ശനിയുടെ ആധിക്യം കൂടും. അപ്പോൾ നമുക്ക് വീട്ടിൽ ഒരു ഇരുട്ട് പടരും പ്രത്യേകിച്ച്. അപ്പോൾ ഈ ചെയ്യേണ്ടത് കന്നിക്കൂറുകാർ പഴയ സാധനങ്ങൾ എന്തെങ്കിലും വീട്ടിൽ എവിടെയെങ്കിലും ഒരു സ്റ്റോർ റൂമിൽ അടച്ചിട്ടേക്കാണെങ്കിൽ, ചില ഇരുമ്പ് സാധനങ്ങളാവാം, തുരുമ്പ് പിടിച്ചൊക്കെ കിടക്കും, അല്ലെങ്കിൽ തടി സാധനങ്ങളാവാം, ഫർണിച്ചറൊക്കെ പഴയത്, ഇതെല്ലാം ഒന്ന് മാറ്റിവിടുക. നമുക്ക് അതിൻ്റെ ഒരു മാറ്റം കിട്ടും. 7-ലാണെങ്കിലും പേടിക്കണ്ട. പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾക്ക് പരിഹാരം കാണാം. താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് ABC മലയാളം ജ്യോതിഷം ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.